ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലൂടെ ജമ്മു കാശ്മീരിന്റെ ഭരണഘടനാ ഉടമ്പടിയിൽ മാറ്റം വരുത്തിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അധികാരമേൽക്കുന്ന പുതിയ നിയമസഭയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. 2019 ഓഗസ്റ്റിലെ ഭരണഘടനാ മാറ്റങ്ങൾ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ അസംബ്ലി വരുന്നത് ഒരു സംസ്ഥാനത്തിനല്ല, മറിച്ച് ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനാകും എന്നതാണ് ഏറ്റവും വലിയ മാറ്റം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം വന്നതിന് പിന്നാലെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നിയമസഭയില്ലാത്ത ലഡാക്കിന്റെ യുടിയും നിയമസഭയുള്ള ജമ്മു കാശ്മീരിന്റെ യുടിയും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പട്ടികപ്പെടുത്തുന്ന ഭരണഘടനയുടെ ആദ്യ ഷെഡ്യൂളിൽ ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങൾ, അതിർത്തികൾ അല്ലെങ്കിൽ പേരുകൾ എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണം കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ 239 എന്നിവയാണ് ഭേദഗതി ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിയമനിർമ്മാണ സഭയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയെക്കുറിച്ച് ഭരണഘടനയിൽ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. 2018 2023 പുറപ്പെടുവിച്ച വിധിന്യായങ്ങളിൽ ഡൽഹി നിയമസഭയുടെ അധികാരം സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള നിരന്തരമായ രാഷ്ട്രീയ കലഹമാണ് സമീപ വർഷങ്ങളിൽ കണ്ടത്. ഡൽഹിയിലെ ഭൂമി, പൊതുക്രമം, പോലീസ് എന്നിവ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരത്തിലേക്ക് നീക്കിവെച്ചിരിക്കുക. എന്നിരുന്നാലും ബ്യൂറോക്രസിയുടെ മേലുള്ള നിയന്ത്രണം സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സംവരണ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് സ്വതന്ത്ര വിവേചനാധികാരം പ്രയോഗിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതിയെ വ്യക്തമാക്കിയതിനു ശേഷം സേവനങ്ങൾ ലഫ്റ്റനന്റ് ഗവർണറുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് കേന്ദ്രം 2023 നിയമനിർമ്മാണം നടത്തിയിരുന്നു. ഇതും ഇപ്പോൾ കോടതിയുടെ മുന്നിലെ വെല്ലുവിളിയാണ്. 1947 ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ പ്രകാരം പ്രതിരോധം, വിദേശകാര്യങ്ങൾ, ആശയവിനിമയം എന്നിവയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ജമ്മു കാശ്മീർ ഇന്ത്യയോട് ഒത്തുപോകുന്നത്. ആർട്ടിക്കിൾ 370 അസാധുവാക്കലിന് മുമ്പ് നിലനിന്നിരുന്നതുപോലെ പാർലമെന്റിന് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് പരിമിതമായ നിയമനിർമ്മാണ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. 2019 പുനഃസംഘടനാ നിയമം തികച്ചും വ്യത്യസ്തമായ ഒരു വ്യവസ്ഥ സൃഷ്ടിച്ചതാണ്. അതിൽ സംസ്ഥാന അസംബ്ലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലഫ്റ്റനന്റ് ഗവർണർക്ക് വളരെ വലിയ പങ്കുണ്ട്. 2019 നിയമം ജമ്മു കാശ്മീർ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിയമനിർമ്മാണ സഭയ്ക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളുടെ പരിധിക്ക് പുറത്താണ് ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരങ്ങൾ എന്നതാണ്. വ്യക്തിപരമായ വിവേചനാധികാരം ഉപയോഗിക്കുവാനോ ജുഡീഷ്യൽ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ അസംബ്ലിക്ക് അധികാരം നൽകുന്നുണ്ട്. പബ്ലിക് ഓർഡറിനും പോലീസിനും പുറമെ ബ്യൂറോക്രസിയും അഴിമതി വിരുദ്ധ ബ്യൂറോവും ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാര പരിധിക്കുള്ളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുതിയ നിയമസഭ അധികാരത്തിലെത്തിയാലും നിർണായക തീരുമാനങ്ങൾ എടുക്കുക ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കുമെന്നത് സാരം. അതായത് പുതിയ സർക്കാരിനെ നിയന്ത്രിക്കാൻ അതിനു മുകളിൽ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണർ ഉണ്ടെന്ന് ചുരുക്കി പറയാം.